അലം യറൗകം അഹ്ലക്നാ ഖബ്ലഹും, നിങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ തലമുറകളെ നിങ്ങൾ കാണുന്നില്ലേ എന്ന ചോദ്യത്തിലാണ് നമ്മുടെ ചർച്ച അവസാനിപ്പിച്ചത്. ഒരായത്തിലൂടെ നമ്മൾ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ കറങ്ങിയാണ് ആദ് സമൂഹത്തെ, സമൂദ് ഗോത്രത്തെ, സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെയും പ്രബോധിത സമൂഹത്തെ, സബയിൽ അണക്കെട്ടു തകർന്ന് അള്ളാഹു ശിക്ഷിച്ച സമൂഹത്തെ, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ, വ്യത്യസ്തങ്ങളായ സമൂഹങ്ങൾ, അവർ ജീവിച്ചിരുന്ന പ്രകൃതികൾ, ചാവുകടൽ, മറ്റു പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് ഇന്നലെ നമ്മുടെ യാത്ര ഈ ഒരു ആയത്ത് കടന്നുപോയത്. അവർക്ക് മുമ്പേയുള്ള തലമുറകൾ, അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞ തലമുറകളെ അവർ കാണുന്നില്ലേ? അതായത് ഒരായത്തിലൂടെ നോക്കൂ, മനുഷ്യന്റെ വിവിധങ്ങളായ കാലഘട്ടങ്ങളിലുള്ള ചരിത്രങ്ങൾ, അവരനുഭവിച്ചിരുന്ന, അവർക്ക് വന്ന ശിക്ഷകൾ, ഇവയെല്ലാം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. ഒരായത്ത് സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ചരിത്രത്തിലേക്കാണ്. എവിടെ മുതൽ? സയ്യിദുനാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് താഴേക്ക് വന്നിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയ ചരിത്രം, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഹവാരികളായ മഹാന്മാരായ ദൂതന്മാരെ അവമതിച്ച സമൂഹത്തെ അള്ളാഹു ഘോരമായ ശബ്ദം കൊണ്ട് നശിപ്പിച്ച ചരിത്രമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അതുവരെയുള്ള ഒരു ചരിത്രം ഒരൊറ്റ ആയത്തിൽ നോക്കൂ. എത്രയെല്ലാം ചരിത്രങ്ങളാണ് ഒരായത്തിൽ ഒളിഞ്ഞുകിടക്കുന്നത്, എത്ര ചിന്തകളാണ് അല്ലാഹു തആല ഒരൊറ്റ ആയത്തിലൂടെ നമുക്ക് അവതരിപ്പിച്ചു നൽകുന്നത്. പഴയ സമൂഹങ്ങളിൽ പലരും പല നിലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബുകൾക്ക് പാത്രീഭൂതരായി അല്ലാഹു അവരെ അദാബുകൾ രുചിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അവരിൽ അധികവും അവരെയൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഒടുക്കം ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഒരു വർത്തമാനം, അത് സബയിലെ അണക്കെട്ട് പൊട്ടിമരിച്ചവരാണെങ്കിലും സമൂദ് ഗോത്രമാണെങ്കിലും അവരെയൊക്കെ പറയുന്നിടത്ത് അള്ളാഹു പറയുന്ന, ആവർത്തിക്കുന്ന ഒരു വാക്ക്, അവരൊക്കെ നന്ദിയില്ലാത്ത ആളുകൾ ആയിരുന്നു എന്നാണ്. അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തതിലൊന്നും ഒരു നന്ദിയോ, അള്ളാഹുവിനോടൊരു നന്ദിയോ, പടച്ചവനിൽ വിശ്വാസമോ ഇതൊക്കെ നഷ്ടപ്പെടുത്തി നന്ദിയില്ലാതെ ജീവിച്ച ഒരു സമൂഹത്തെക്കുറിച്ചാണ് അവിടെയൊക്കെ പറയുന്നത്. അള്ളാഹു നമ്മളെ ഷാക്കിരീങ്ങളിൽ, അള്ളാഹു നൽകിയതിൽ നന്ദിയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പം നന്ദിയില്ലായ്മ ഒരു വലിയ കുറ്റമാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അതിന് നന്ദി കാണിക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ചരിത്രങ്ങളൊക്കെയും പറഞ്ഞു വെക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനിയും അവസാന കാലം വരുമ്പോൾ ഭൂമി വിഴുങ്ങലുകൾ ഉണ്ടാകും. ഈ ശിക്ഷകളിൽ പലതും ഖിയാമമാകുമ്പോഴേക്കുണ്ടാവും. പക്ഷെ അത് വ്യാപകമായി ഉണ്ടാവുകയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു 2-3 ആളെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അത് അപകടത്തിൽ പെടുത്തുക. അതെന്തുകൊണ്ടാണ്? ഈ ജനങ്ങളൊക്കെ ചെയ്തതിനേക്കാൾ വലിയ കുറ്റങ്ങൾ നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ സമൂഹത്തെ ശിക്ഷിക്കാത്തത്? അതിൻ്റെ ഉത്തരം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു തആല മറ്റു നബിമാർക്ക് കൊടുത്തിട്ടില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹുവിൻ്റെ റസൂലിന് കൊടുത്തിട്ടുണ്ട്. ഹബീബായ നബിതങ്ങൾ ചിലത് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവിടുത്തെ ഉമ്മത്തിനു നേരെ വ്യാപകമായ ഒരു അദാബ് ഇറങ്ങുകയില്ല. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, അങ്ങ് അവരിൽ ഉണ്ടായിരിക്കെ അവർ അദാബിലാവുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ ഉണ്ടായിരിക്കെ, ഈ ആയത്തൊരു അത്ഭുതം കൂടിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രബോധന കാലഘട്ടം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഇടയിൽ ജീവിച്ച കാലഘട്ടം. മദീനയുടെ പഴയ പേര് യസ്രിബ് എന്നാണ്. ആ പ്രദേശത്തിന് അങ്ങനെ പേര് വരാനുണ്ടായിരുന്ന കാരണം ചരിത്രങ്ങളിൽ പലതും കാണാം. നിരന്തരമായി അവിടെ രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു മദീന. അവിടേക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ വന്നതോടുകൂടി ആ സ്ഥലത്തിന്റെ പേര് മദീനത്തുർ റസൂൽ എന്നായി മാറി. ഹബീബായ നബിതങ്ങൾ ആ ജീവിതകാലം നോക്കൂ, ഒരു സാംക്രമിക രോഗം അവിടെ ബാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തം അവിടെ വന്നു ചേർന്നിട്ടില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള അദാബ് അവിടെ ഉണ്ടായിട്ടില്ല. ഖുർആനിന്റെ അത്ഭുതം കൂടിയാണ്, അങ്ങ് അവരിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. കൂടുതൽ വിശാലമായി പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർമ്മകൾ നമ്മുടെ കൽബിലുണ്ടായിരുന്നാൽ അള്ളാഹു നമ്മെയും ശിക്ഷിക്കുകയില്ല. അള്ളാഹു അപദാനങ്ങളൊക്കെ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
സ്വലാത്ത് ചെല്ലണം, തസ്ബീഹ് ചെല്ലണം, ദിക്റ് ചെല്ലണം, മൗലിദ് ചെല്ലണം. അപ്പം എന്തുണ്ടാവും? വീടുകളിൽ ബറക്കത്തും ഈ പറഞ്ഞതുപോലെ അദാബിൽ നിന്നുള്ള അമ്നും അല്ലാഹു തആല നൽകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ഉമ്മത്ത് ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. അല്ലാതെ മുൻഗാമികളെക്കാൾ വലിയ അക്രമമൊക്കെ നമ്മളും കാണിക്കുന്നുണ്ട്, വലിയ നന്ദികേടൊക്കെ നമ്മളും കാണിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അക്രമമായ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹോന്നതമായ സൃഷ്ടിയായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണയും ചോദിച്ചിരുന്നു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഈ മലകൾക്കിടയിൽ പെടുത്തി ഞാൻ അവരെ നശിപ്പിച്ചു കളയട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിൽ നിന്ന് പ്രയാസത്തോടെ മടങ്ങുന്ന നേരത്ത് ജിബ്രീൽ ആവർത്തിച്ചു ചോദിച്ചിരുന്നു. അങ്ങയുടെ കണങ്കാല് പൊട്ടുന്ന രീതിയിൽ കല്ലെറിഞ്ഞവർ, കൂക്കി വിളിച്ചവർ, ഭ്രാന്തനെന്നാക്ഷേപിച്ചവർ, കുട്ടികളെയും ഭ്രാന്തന്മാരെയും വിട്ട് അങ്ങേ ആട്ടി ഓടിച്ച ഈ സമൂഹം മാപ്പർഹിക്കുന്നില്ല നബിയെ. ഈ സമൂഹത്തിന്റെ മേലെ ഈ പർവ്വതങ്ങൾ ഇട്ടുകൊണ്ട് ഞെരുക്കിക്കൊണ്ട് ഞാൻ നശിപ്പിച്ചു കളയട്ടെയോ? സയ്യിദുനാ ജിബ്രീൽ ചോദിക്കുമ്പോൾ മറുപടി വന്നു, അരുത് ജിബ്രീൽ, അവരിൽ നിന്ന് ആരെങ്കിലും നാളെ ഹിദായത്തിലായാലോ എൻ്റെ ഉമ്മത്താണ്, ഓ ജിബ്രീലേ അവരെ നശിപ്പിക്കരുതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, ഈ അദാബുകളുടെ ആയത്തുകൾ ഓതുന്ന നേരത്തെല്ലാം അവിടുന്ന് കാവൽ തേടിയിരുന്നു. പല നബിമാരുടെയും സമൂഹം ശിക്ഷിക്കപ്പെട്ടു എന്ന ആയത്തുകൾ അവതരിച്ച നേരത്തെല്ലാം മുസ്തഫായ നബി തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു, പടച്ചവനെ എൻ്റെ ഉമ്മത്തിനെ ഇങ്ങനൊന്നും ആക്കരുത്, എൻ്റെ ഉമ്മത്തിനെ ഇങ്ങനെയൊന്നും ആക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തിരുന്നു. അവർക്കിതൊന്നും കൊടുക്കല്ലേ റബ്ബേ, എൻ്റെ ഉമ്മത്തിനെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന ഒറ്റ കാരണമാണ് നമ്മളാകുന്ന സമൂഹത്തിൻ്റെ ഏത് കൊള്ളരുതായ്മയും എന്തെല്ലാം നടന്നാലും അള്ളാഹുവിൻ്റെ അദാബ് കൊണ്ട് അള്ളാഹു ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം മുസ്തഫായ നബി തങ്ങളാണ്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനോടുള്ള കാരുണ്യവും സ്നേഹവും അവിടുത്തെയോട് അള്ളാഹു കാണിച്ച ആദരവുമാണ്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോഴൊക്കെ, ഉഹദിൽ പ്രയാസം അനുഭവിച്ചപ്പോൾ ചോദിച്ചു, നശിപ്പിച്ചു കളയട്ടെ നബിയെ? വേണ്ട എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം കൊച്ചാപ്പയെ കൊന്ന, സ്വന്തം കൂടെ ഉണ്ടായിരുന്ന 70ഓളം സഹാബത്ത് വഫാത്തായ യുദ്ധമാണ് ഉഹദ്. അതിനുശേഷവും ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അനുമതി കൊടുത്തിട്ടില്ല. അങ്ങനെ വിവിധങ്ങളായ ഘട്ടങ്ങൾ നാട്ടിലേക്ക് മടങ്ങി തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം മക്കം ഫത്തഹിന് മുമ്പ് വന്നു. മക്കയിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലും സംഘവും വന്നിട്ട് ഉംറ പോലും ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ കാരുണ്യത്തിന് വേണ്ടിയാണ് ദ്വാരണത്. അപ്പൊ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കാരുണ്യമാണ് നമുക്ക് ശിക്ഷ ഇറങ്ങാതിരിക്കാനുള്ള കാരണം. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, തീർച്ചയായും അവരെല്ലാവരും ഒന്നൊഴിയാതെ നമ്മുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നൊരു ദിവസം വരും. ഹാജരാവുകയല്ല, ഹാജരാക്കപ്പെടുകയാണ്. പിടിച്ചു വലിച്ചുകൊണ്ടുവന്ന് മലക്കുകൾ നിർത്തുന്ന രംഗം നമ്മൾ പറഞ്ഞിരുന്നു. അതേ മരണത്തോടുകൂടിയെല്ലാം കഴിഞ്ഞുപോയി എന്നാണോ കരുതിയത്? ഈ അദാബൊക്കെ കിട്ടിയിട്ട് ഇതൊക്കെ അങ്ങ് അവസാനിച്ചു എന്നാണോ കരുതിയത്? അല്ല, ഇനിയും ഇത് തുടരുന്നുണ്ട്. ഇവരെ എൻ്റെ മുന്നിലേക്ക് ഹാജരാക്കുന്ന ദിവസം വരും. ഓരോരുത്തരും ആളൊഴിയാതെ, ഒരു കൂട്ടമായിട്ടല്ല, ഓരോരുത്തരായി വിചാരണയ്ക്ക് വരുന്നൊരു ദിവസം വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു തരുകയാണ്. അവർ പരലോകത്ത് ഓരോരുത്തരായി എൻ്റെ മുന്നിലെത്തുന്ന, ഹാജരാക്കപ്പെടുന്ന, റബ്ബിൻ്റെ മുന്നിൽ സമ്മേളിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരും. അവിടെയാണ് നീതി പുലരുക. പരലോകം ഉണ്ടെങ്കിലേ മനുഷ്യന് നീതി ഉണ്ടാവൂ. പരലോകം ഇല്ലെങ്കിൽ മനുഷ്യന് നീതിയില്ല. കാരണം ദുനിയാവിലെ ശിക്ഷകൾക്കൊക്കെ പരിധിയുണ്ട്. ഈ പള്ളിയിലേക്ക് ഒരാൾ വന്നു എന്ന് വിചാരിക്കുക. ഒരാൾ ഒരു കത്തിയൊക്കെ ആയിട്ട് ഈ പള്ളിയിലേക്ക് വന്നു, കുറച്ച് ആളുകളെ കുത്തി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറങ്ങുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ. വാതിലിനൂടെ കയറി വന്നിട്ട് കുറെ ആളുകളെ കുത്തി. ഈ കുത്തുകൊണ്ടിട്ടൊരു 10 ആൾ മരിച്ചു എന്ന് വിചാരിക്കൂ. ഈ കുത്തിയ കൊലപാതകയ്ക്ക് ദുനിയാവിൽ കൊടുക്കാവുന്ന മാക്സിമം പണിഷ്മെന്റ് എന്താണ്? 10 കൊലപാതകം ചെയ്തവനും 100 കൊലപാതകം ചെയ്തവനും ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് ഒരു തവണ അയാളെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങേയറ്റം ഒരു തവണ കൊല്ലാൻ പറ്റും, അല്ലേ? തൂക്കിക്കൊല്ലാം, അല്ലെ വെടിവെച്ച് കൊല്ലാം.
വിവിധ രാജ്യങ്ങളിലെ പണിഷ്മെന്റുകൾ അതെങ്ങനെയാണോ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. എന്നല്ലാതെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. 10 ആളിന്റെ ജീവൻ എടുത്തവന്റെ ജീവൻ മാത്രം നഷ്ടപ്പെടുന്നത് കൊണ്ട് നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞവർ, എത്രയോ മോശത്തരങ്ങൾ ചെയ്തവർ, അവരുടെ ശിക്ഷ ദുനിയാവിൽ പരമാവധി എത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. പരലോകത്താണ് അവർക്കൊക്കെ നീതി കിട്ടുക. ഈ മരണപ്പെട്ടുപോയ, എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നറിയാതെ മരിച്ചുപോയവർ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ക്രൂരതകൾ കാരണം ലോകത്ത് മരണപ്പെട്ടു പോയ ആളുകൾ, ഇവരെയൊക്കെ ആര് ശിക്ഷിക്കും? ഇവിടെ ശിക്ഷ ലഭിക്കാതെ പോകുന്ന എത്രയോ കുറ്റങ്ങൾ ദുനിയാവിലില്ലേ? കയ്യൂക്കുള്ളവൻ പലയിടത്തും കാര്യക്കാരാവുന്നില്ലേ? പലയിടത്തും നിയമത്തിന്റെ പഴുതിലൂടെ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നില്ലേ? ഇവരെയൊക്കെ എവിടെയാണ് ശിക്ഷിക്കുക? അപ്പൊ പരലോകം ഉണ്ടാവണം, അള്ളാഹുവിന്റെ നീതിയുടെയും ന്യായത്തിന്റെയും കോടതി ഉണ്ടാവണം, സത്യവും അസത്യവും കൃത്യമായി അറിയുന്ന ന്യായാധിപനും ഉണ്ടാകണം. മാലിക് യൗമിദ്ദീൻ, മാസ്റ്റർ ഓഫ് ദ ജഡ്ജ്മെന്റ് ഡേ. അങ്ങനെ ഒരു ദിവസം ഉണ്ടായെങ്കിലേ ലോകത്തിന് നീതി ഉണ്ടാവൂ. അങ്ങനെ ഒരു ദിവസം ഉണ്ടായെങ്കിലേ അവകാശങ്ങളൊക്കെ സ്ഥാപിച്ചു കിട്ടൂ. എത്ര ആളുകളുണ്ട് അവരവരുടെ അവകാശങ്ങൾ കിട്ടാതെ മരിച്ചുപോയ എത്ര മനുഷ്യർ, ഇവരുടെ അവകാശങ്ങൾ എവിടെ പോയി ചോദിക്കും? അപ്പൊ പരലോകമുണ്ടാവുക എന്നുള്ളത് ബുദ്ധിപരമാണ്. പരലോകത്ത് നീതിയും ന്യായവും നടപ്പാക്കപ്പെടും. മുഅ്മിനായ മനുഷ്യന്റെ കൽബിന് സമാധാനമാണ്. ഇന്നിവിടെ അല്ലെങ്കിൽ നാളെ അവിടെ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് പകരം ചോദിക്കാൻ പറ്റും. നമുക്ക് നീതിയും ന്യായവും കിട്ടുന്നൊരു ദിവസം വരിക തന്നെ ചെയ്യും. അപ്പോ പരലോകമുണ്ട് ഇല്ല എന്നൊരു ധാരണയും ആർക്കും ഉണ്ടാകണ്ട. രണ്ടാമത്, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയുമല്ല. കുറെ പൈസ കടം വാങ്ങി, അല്ലെങ്കിൽ കുറെ പ്രശ്നത്തിൽപ്പെട്ടു, ആത്മഹത്യ ചെയ്താൽ എല്ലാം അങ്ങ് തീർന്നു പോകും എന്ന് വിചാരിച്ചാൽ, ഈ കടം പൈസ ഇങ്ങോട്ട് വാങ്ങിയവനുണ്ടല്ലോ, അവന്റെ പൈസ ആര് കൊടുക്കും? അവന്റെ അവകാശം എപ്പോൾ തിരിച്ചു കിട്ടും? അപ്പൊ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കല്ല, നേരെ മറിച്ച് ആ കൂട്ടത്തിൽ പറയാനുള്ളത്, നിസ്സാര കാരണങ്ങൾക്ക് വരെ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. പരീക്ഷയൊക്കെ എഴുതുന്ന കുട്ടികളുണ്ട്. പ്ലസ് ടു 10ാം ക്ലാസ് പരീക്ഷയൊക്കെ എഴുതുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു പരീക്ഷ മാർക്ക് കുറഞ്ഞു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യരുത്. ഈ മാർക്ക് ഷീറ്റുകളുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല ലോകത്ത് വിജയമുള്ളത്. നമ്മുടെ മക്കൾക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അതും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ പരീക്ഷാ ഹാളിലെത്തിയപ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാരണം വേണ്ട മാർക്ക് വാങ്ങാൻ പറ്റില്ല, എൻ്റെ ഉമ്മ പറഞ്ഞതുപോലെ വാപ്പ പറഞ്ഞതുപോലെ ആകാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ അടിസ്ഥാനത്തിലല്ല ജീവിതത്തിന്റെ വിജയവും ജീവിതത്തിന്റെ ഉയർച്ചയും ഒന്നും ഉള്ളത്. ഇത് ദുനിയാവിലൊരു പരീക്ഷ മാത്രമാണ്. അതിനെ ആ നിലയ്ക്ക് കണ്ടാൽ മതി. അതിന്റെ പേരിൽ അള്ളാഹു നമുക്ക് തന്ന വിലപ്പെട്ട ജീവൻ അത് നശിപ്പിച്ചു കളയാൻ പാടില്ല. ആത്മഹത്യ വലിയ കുറ്റമാണ്, വലിയ കുറ്റമാണ് ആത്മഹത്യ. അല്ലാഹു തആല തുടരെ ശിക്ഷിക്കാൻ പാകത്തിലുള്ള കുറ്റമാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിയാണ്. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത് അധികരിച്ചു വരികയാണ്. പണ്ട് കാലത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ ആത്മഹത്യ, സൂയിസൈഡ് റേറ്റ് കുറവായിരുന്നുവെങ്കിൽ ഇന്ന് അത് അധികരിച്ചു വരുന്ന കാലമാണ്. എന്താണ് അതിന്റെ കാരണം? ഇനിയും അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണമെന്നൊരു ബോധം നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഈ ജീവൻ തന്ന റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും. അന്ന് അതിന് ഉത്തരം പറയേണ്ടി വരും. ഈ ജീവനെടുക്കാൻ പോട്ടെ, എനിക്ക് നിങ്ങൾക്ക് എന്റെയും നിങ്ങളുടെയും കൈ ഒന്ന് മുറിക്കാനുള്ള അവകാശമില്ല. പറ്റുമോ? ഒരു കത്തിയെടുത്ത് എൻ്റെ ആണല്ലോ കൈ, ഞാനൊന്ന് മുറിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇസ്ലാമിക നിയമപ്രകാരം പറ്റുമോ? ഈ കൈ എൻ്റെ ആണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ കൊണ്ടു നടക്കുന്നു, ഞാൻ വൃത്തിയാക്കി വെക്കുന്നു, ഇത് ഞാനൊന്ന് മുറിക്കട്ടെ, ഒരു സൂചി എടുത്തൊന്ന് കുത്തി ഇതിൽ നിന്ന് ചോര വരുത്തട്ടെ, ഷുഗറൊക്കെ പരിശോധിക്കാൻ വരുന്നല്ല, ആവശ്യത്തിനല്ല. അല്ലാതെ ഈ ശരീരത്തെ നാശത്തിലേക്ക് തള്ളിവിടാൻ ഒരാൾക്കും അവകാശമില്ല. ഈ ബോഡിയുടെ ഉത്തരവാദിയൊക്കെ വേറെയാണ്. ഇത് നമുക്ക് തന്നിട്ടുള്ള ഒരു രക്ഷിതാവുണ്ട്, അങ്ങനെ കൈമുറിച്ചു കളയാൻ അവകാശമില്ല. അപ്പോ ഒരാൾക്കും സ്വന്തം ശരീരത്ത് പോലും പരിധികളുണ്ട്. സ്വന്തം ശരീരത്തെ പോലും കൊലപാതകത്തിലേക്ക്, നാശത്തിലേക്ക് തള്ളിവിടരുത് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അപ്പൊ സ്വന്തം ദേഹം പോലും ഒന്ന് മുറിക്കാൻ അവകാശം തരുന്നില്ല. സ്വന്തം ശരീരത്തെ നാശത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല. എന്നാൽ സുഗന്ധം പുരട്ടാം, ശരീരത്തെ നന്നായി നിലനിർത്താൻ ആവശ്യമായതൊക്കെ ചെയ്യാം. നശിപ്പിച്ചു കളയാൻ ഇസ്ലാം അനുമതി തന്നിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞു വരുന്നത്, ഇത്തരം ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന കാലം, ഈമാൻ കുറയുമ്പോഴാണ് അത്തരം ചിന്തകളൊക്കെ വരുന്നത്. അത്തരം ചിന്തകളൊന്നും നമ്മിലോ മക്കളിലോ അള്ളാഹു നൽകാതിരിക്കുമാറാകട്ടെ. അതിനെ തൊട്ടൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പരലോകമുണ്ടെന്നുള്ള ചിന്ത വേണം. ഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ആ ദിവസം
മലക്കുകൾ നമ്മെ പിടിച്ചുകൊണ്ടുവന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തും. പലരും പലതരത്തിൽ വിലപിക്കുന്ന ദിവസമാണ്. അള്ളാഹുവെ, ഞാനങ്ങില്ലാതെ ആയിരുന്നെങ്കിൽ, ഞാനങ്ങ് മണ്ണായി പോയിരുന്നെങ്കിൽ, യാ ലൈതനീ കുന്തു തുറാബാ. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭയാനകമായ ഒരവസ്ഥ എല്ലാവരിലും വരാനുണ്ട്. ആ അവസ്ഥയെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു നൽകുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ പിടിച്ചുകെട്ടി നമ്മെ കൊണ്ടുപോയി നിർത്തുന്നൊരു രംഗം വരാനുണ്ടെന്ന് ഖുർആൻ. അങ്ങനെ മരിച്ചതിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ? സംശയം വരാമല്ലോ. അങ്ങനെ എല്ലാം മരിച്ച് മണ്ണടിഞ്ഞ് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ദ്രവിച്ച് എല്ലുകളായി മാറി മണ്ണിൽ അമർന്നതിനു ശേഷം പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ? വആയത്തുല്ലഹും, അടയാളം പറഞ്ഞു തരുകയാണ്. വെറുതെ അങ്ങനായിട്ട് പറയല്ല. ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വെറുതെ പറയല്ല. തെളിവ് തരാം, തെളിവ് തരാം. ആർക്കാണ് തെളിവ് വേണ്ടത്? ചില ആളുകൾക്ക് തെളിവ് വേണ്ടിവരും, ചില ആളുകൾക്ക് തെളിവ് വേണ്ടിവരില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ചില ആളുകൾക്ക് തെളിവ്, ചില കാര്യങ്ങൾക്ക് തെളിവ് വേണ്ടിവരും, ചിലർക്ക് തെളിവ് വേണ്ട. ഹബീബായ നബി തങ്ങൾ പറഞ്ഞോ, എന്നാ ഞാൻ വിശ്വസിച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മേറാജിന്റെ രാത്രിയിൽ ഇത്രയേറെ ദൂരം യാത്ര ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നു. ഖുറൈശികൾ ചെന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട്, അറിഞ്ഞോ മുഹമ്മദ് നബി ഇന്നലെ രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ പോയി അവിടുന്ന് ആകാശങ്ങൾ 7 കടന്നുപോയി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അത് എങ്ങനെയാണത് സയന്റിഫിക്കലി ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന ചിന്തയൊന്നുമില്ല. ഒരൊറ്റ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞോ? പറഞ്ഞു. എന്നാൽ ഞാനത് വിശ്വസിച്ചു. എന്റെ അപ്പുറത്തേക്ക് അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ചുള്ള ആലോചനയൊന്നുമില്ല. അത് ഈമാനാണ്. അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞോ, എന്നാൽ ഞാനത് വിശ്വസിച്ചു. പിന്നെ ആർക്കാണ് ഈ തെളിവ് പറയുന്നത്? സംശയങ്ങൾ മനസ്സിലിടുന്ന ആളുകൾക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഉണ്ടാകും എന്നതിന് എന്താ തെളിവ്? അതാണ് ഖുർആനിൽ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതിനെന്താണ് തെളിവ്? അല്ലെങ്കിൽ അതിലേക്ക് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് അതിലേക്കുള്ള ചിന്തകൾ വരുന്നത്? ഇങ്ങനെ നമുക്ക് ആലോചിക്കാനുള്ള വഴി തുറന്നിടുകയാണ് സയ്യിദുനാ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്തെ അതുല്യരായ പ്രതിഭയാണ്. അവർക്ക് എല്ലാ വിജ്ഞാന ശാഖകളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. അവരുടെ തഫ്സീർ നമ്മൾ ഇടയ്ക്ക് വായിക്കാറുണ്ട്. അള്ളാഹു അടുത്ത ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്, ശിഷ്യന്മാരും പരിവാരങ്ങളും. അപ്പോൾ ആ വഴിയുടെ സൈഡിൽ ഒരു ഉമ്മ, പ്രായമായ ഒരു ഉമ്മ നിന്നു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ബാക്കിൽ വന്ന ആളോട് ചോദിച്ചു, മോനെ അതാരാ പോയെന്ന് ചോദിച്ചു. ആ പോയത് ആരാണ് എന്ന് ചോദിച്ചു. അവർക്കറിയില്ല, സാധുവായ ഒരു ഉമ്മയാണ്. അപ്പോൾ ബാക്കിൽ വന്ന ശിഷ്യൻ പറഞ്ഞു, അതറിയില്ലേ, അതാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. അള്ളാഹു ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ആയിരക്കണക്കിന് എഴുത്തുകളും പേജുകളും ഒക്കെ എഴുതിയ, 100 കണക്കിന് തെളിവുകൾ സമർപ്പിച്ച വലിയ നേതാവാണ്. അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ധാരാളം തെളിവുകൾ പറഞ്ഞ ആളാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. അവിടുത്തെ മഹത്വം പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, മൂപ്പർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. എനിക്ക് യാതൊരു സംശയമില്ല അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്. മൂപ്പർക്ക് അത്രയും സംശയമുള്ളതുകൊണ്ടാണ് മൂപ്പർ ഇത്രയൊക്കെ മറുപടി പറഞ്ഞത്. എനിക്ക് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ലാതെ. അത് കേട്ടു സയ്യിദുനാ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ദ്വാരുന്നു, പടച്ചവനെ ഇവരുടെ ഈമാൻ എനിക്ക് ഉണ്ടാക്കി തരണേ, ഇവരുടെ ഈമാനാക്കി തരണേ എന്ന്. കാരണം എന്താ? അവർക്കൊരു തെളിവും ആവശ്യമില്ല. അവർക്ക് അള്ളാഹു ഉണ്ട്, അള്ളാഹു ഉണ്ട് എന്നാണ് അവർക്ക് തെളിവ്. 100 തെളിവുകളോ ബുദ്ധിപരമായ സമർത്ഥനങ്ങളോ ഒന്നും അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ദ്വാരുന്ന, പടച്ചവനെ ഇവരുടെ ഈമാനാണ് ഈമാൻ. ആ ഈമാൻ അവിടെ സംശയങ്ങളുടെ ഒരു പഴുതുമില്ലാത്ത ഈമാൻ. ഇവിടെ പരിശുദ്ധമായ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്കുള്ള വേദമാണല്ലോ. അതുകൊണ്ട് ഒരു തെളിവ് പറയാൻ, തെളിവ് പറയുമ്പോൾ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്ന, യാസീനിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലി ഓരോ മനുഷ്യന്റെയും കൺമുന്നിലുള്ള തെളിവ്. ദൂരെ അങ്ങ് അറേബ്യയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നല്ല, അങ്ങ് അമേരിക്കയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നല്ല, ഓരോ മനുഷ്യനും മനസ്സിലാകുന്ന കൺമുന്നിലുള്ള തെളിവ്. ഓതാം, വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ وأخرجنا منها حبا فمنه يأكلون. അവർക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ആൻഡ് ദ സൈൻ ഓഫ് ദം, അവർക്കൊരു ദൃഷ്ടാന്തമുണ്ട്. 3 ആയത്തുൽ ലഹും എന്നത് 3 തവണ യാസീനിൽ ആവർത്തിക്കുന്നുണ്ട്. ഒന്നാമത്തെ തെളിവ് പറയുകയാണ്,
അവർക്കുള്ള ദൃഷ്ടാന്തം എന്താണ്? അവരുടെ മുന്നിലുള്ള ഭൂമി. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ. ആ ഭൂമി, ചത്തുകിടന്ന ഭൂമി, ഉണങ്ങിക്കിടന്ന ഭൂമി, തരിശായി കിടന്ന ഭൂമി, ആ ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ വർഷിച്ച സമയം ആ ഭൂമി ഉണരുകയാണ്. ആ ഭൂമിക്ക് ജീവൻ ഉണ്ടാവുകയാണ്. ജീവൻ ഉണ്ടാവുന്ന, അതായത് ചത്തുകിടന്ന ഭൂമിക്ക് അല്ലാഹു തആല ജീവൻ നൽകി എന്ന് മാത്രമല്ല, വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിൽ നിന്ന് ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു നൽകി. അതിൽ നിന്നാണല്ലോ അവർ ഭക്ഷിക്കുന്നത്. ഫമിൻഹു യഅകുലൂൻ. വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമി, ആ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ വർഷിപ്പിച്ചു. ഇവിടെ ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ. അല്ലാഹു തആല ജീവൻ നൽകി. അതിന്റെ വിശദീകരണം മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു. ഭൂമിക്ക് ജീവൻ നൽകുകയും അതിൽ നിന്ന് ധാന്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞത്, അതിലേക്ക് മഴത്തുള്ളികൾ വീണതോടുകൂടി ഭൂമിയുടെ ശൈലി മാറി. അവിടെ നിന്ന് പലതും മുളപൊട്ടാൻ തുടങ്ങി. ഭൂമിയുടെ അടിയിൽ നിന്ന് മുളപൊട്ടി ധാന്യങ്ങൾ ഉണ്ടാകുന്നു. അതിൽ നിന്ന് മനുഷ്യൻ കഴിക്കുന്നു. ഫമിൻഹു യഅകുലൂൻ. അവര് കഴിക്കുന്നത് അതിൽ നിന്നല്ലേ. നമ്മളൊക്കെ ഇന്നലെ നോമ്പോറൊക്കെ എന്താ ഉപയോഗിച്ചത്? ഇന്നലെ എന്തായാലും നോമ്പോറ, ഇന്നലെ എന്താ നോമ്പോറൊക്കെ ഉപയോഗിച്ചത്? അരിപ്പത്തിരി ഉണ്ടാവും. അരിപ്പത്തിരി, അതിന്റെ അരി എവിടെ നിന്നാ വന്നത്? അതിനുള്ള അരി എവിടെ നിന്നാണ് വന്നത്? ഭൂമിയിൽ നിന്ന് മുളപൊട്ടി നെല്ലുണ്ടായി. അതിൽ നിന്നല്ലേ നമുക്ക് അരി ഉണ്ടാവുന്നത്. നമ്മൾ ചോറ് കഴിച്ചവരുണ്ട്, കഞ്ഞി കുടിച്ചവരുണ്ട്. ചിലരൊരു അവസ്ഥ, ഞങ്ങള് ബ്രോസ്റ്റാണ് കഴിച്ചത്, ഇതൊന്നും കഴിച്ചില്ല. ഈ കോഴി കൊത്തിപ്പറക്കി തിന്നുന്നവൻ എന്താ ആലോചിച്ച് നോക്ക്. ഈ ധാന്യങ്ങളല്ലേ, ഈ കന്നുകാലി, നമ്മൾ ബീഫാണ് കഴിക്കുന്നതെന്ന്, ഈ പോത്തും കാളയൊക്കെ എന്താ കഴിക്കുന്നത്? ഈ ചുറ്റി നടന്ന് തിന്നുന്നതൊക്കെയും ഈ മുളപൊട്ടി വരുന്ന സാധനങ്ങളല്ലേ. സൂറത്തു സജ്ദയുടെ അവസാനം അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കന്നുകാലികളൊക്കെ മേഞ്ഞു നടക്കുന്ന ഈ ഭൂമി, അതൊക്കെ കഴിക്കുന്നത് അല്ലാഹു നൽകിയ വിഭവങ്ങളല്ലേ. ഭൂമിയിലുള്ള വിഭവങ്ങൾ കഴിച്ച് അതിനെ നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നു? അതിന്റെ മാംസം നമ്മൾ കഴിക്കുന്നു. അവയൊക്കെ വളരുന്നത് എന്തുകൊണ്ടാണ്? ഈ വിഭവങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ്. ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ ഫമിൻഹു യഅകുലൂൻ. ഇനി ജീവിക്കുകയില്ല എന്ന് പറയുന്നവർക്കുള്ള അടയാളമാണ് അവരുടെ കൺമുന്നിൽ മുളപൊട്ടി വരുന്ന ഓരോ സസ്യങ്ങളും. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ ചെടികളൊക്കെയും മരിച്ചതിനു ശേഷം നിങ്ങളെ ജീവിപ്പിക്കുമെന്നതിൻ്റെ അടയാളമാണ്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഓരോ പുൽനാമ്പും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വെറും തരിശായ ഭൂമിയിൽ നിന്ന് മുളപൊട്ടി വന്ന ഓരോന്നും, ഒന്നുമില്ലാതെ കടന്ന ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം വീണപ്പോ എന്തൊക്കെ പൊട്ടിമുളച്ചു. ഈ പൊട്ടിമുളച്ചു വന്നതൊക്കെയും നമ്മെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ചെടികൾ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരണം. നാളെ ഞാൻ മരിച്ചാൽ എന്നെ ജീവിപ്പിക്കുമെന്നതിന് തെളിവാണത്. മുരടും എല്ലാം പറിച്ചു കളഞ്ഞു. പിന്നെയും മഴ പെയ്തപ്പോൾ അവിടെ വീണ്ടും എന്ത് ചെയ്യാണ്? പുല്ല് മുളപൊട്ടുകയാണ്. വീണ്ടും പുല്ലുകൾ മുളപൊട്ടുകയാണ്. മൊത്തം വൃത്തിയാക്കിയിട്ട് ഒരു മഴ കഴിയുമ്പോൾ എന്നൊക്കെ അതുപോലെ കിടക്കുവോ? വീടിന്റെ മുറ്റമൊക്കെ വൃത്തിയാക്കിയിട്ട എന്നും അതുപോലെ കിടക്കുവോ? എല്ലാവരും നോമ്പിന്റെ ക്ഷീണത്തിലാണെന്നൊന്നും ആരും മിണ്ടുന്നില്ലല്ലോ. അതുപോലെ കിടക്കുവോ എല്ലാ ദിവസവും? ഇല്ല. അവിടെ വെള്ളം വീഴുകയോ മറ്റോ ചെയ്താൽ വീണ്ടും അവിടെ പുല്ല് മുളയ്ക്കും. അടുത്ത മഴക്കാലാവുമ്പോഴേക്ക് വീണ്ടും അത് വൃത്തിയാക്കേണ്ടി വരും. അപ്പോൾ ഈ ഭൂമിയിൽ ഈ ജീവൻ എവിടെ നിന്ന് വരുന്നതാണ്? നിർജീവമായ ഭൂമി. ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനെ കൊണ്ടുവരികയാണ്. അതിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ വരുന്നു. അതിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാകുന്നു. ആ ധാന്യങ്ങളല്ലേ ഇവിടെ വിശ്വാസിയും അവിശ്വാസിയും, റബ്ബുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും എല്ലാവരും കഴിക്കുന്നത് ആ ധാന്യങ്ങളല്ലേ. അതിൽ നിന്നല്ലേ ഭക്ഷിക്കുന്നത്. ഇത് സകല ആളുകൾക്കുമുള്ള ഉദാഹരണമാണ്. അവർക്ക് ചിന്തിക്കാവുന്നതാണ്, ഇതെവിടെ നിന്നാണ് മുളപൊട്ടി വന്നത്, ആരാണിത് മുള പൊട്ടിച്ചു കൊണ്ടുവന്നത്, എവിടെ നിന്നാണ് ചിന്തിക്കാനാണ്. ഖുർആൻ പറയുന്നുണ്ട്, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്ന ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും, സൂറത്തുൽ വാഖിഅ നമ്മൾ ഓതുന്നതാണല്ലോ, അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ, നിങ്ങളാണോ അത് മുളപ്പിച്ചു വളർത്തിയത്, അതല്ല നമ്മളാണോ അത് മുളപ്പിച്ചു തരുന്നത്?
ഒരു കർഷകനും പറയാൻ പറ്റില്ല എൻ്റെ പാടത്ത് മുഴുവനും വിളവ് എൻ്റെ ഉത്തരവാദിത്വത്തിലുണ്ടായതാണെന്ന്, എൻ്റെ കഴിവുകൊണ്ട് ഉണ്ടായതാണെന്ന് പറയാൻ പറ്റില്ല. ആരാണ് മുളപ്പിച്ചു നൽകിയവൻ? അഅന്തും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ? നിങ്ങളാണോ ഇതൊക്കെയും മുളപ്പിച്ചയാൾ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ കൃഷി നഷ്ടങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. കർഷകന്റെ കഴിവായിരുന്നെങ്കിൽ ഇവിടെ കൃഷിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. മറിച്ച് മുള പൊട്ടിച്ചവനും അത് വളർത്തിയവനും വലുതാക്കിയവനുമെല്ലാം അല്ലാഹുവാണ്. ഒന്നുമില്ലാതിരുന്നല്ലോ. ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ നമുക്ക് വായിക്കാനും അറിയാനും പഠിക്കാനുമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതൊരറിവും എത്തിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. അപ്പോൾ ബോട്ടണി പഠിച്ചാൽ, സസ്യശാസ്ത്രം പഠിച്ചാൽ, മറ്റേതെങ്കിലുമൊക്കെ മേഖലകൾ വായിച്ചാൽ എത്തുന്നത് അള്ളാഹുവിലേക്കാണ്. വിത്ത് വിതയ്ക്കുന്നു ഭൂമിയിലേക്ക്, വിത്ത് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നു. പിന്നെ അവിടുന്ന് എന്ത് ചെയ്യണം? മുളപൊട്ടി ഇതിന്റെ നാമ്പ് മേളിലേക്ക് വരണം. മനുഷ്യനെ നോക്കൂ, മരണപ്പെട്ടിട്ട് കൊണ്ടുവന്ന് ഭൂമിയുടെ താഴത്ത് കുഴിച്ചിടുന്നു. ഈ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു പറയും? നിങ്ങൾ എറിഞ്ഞു കളഞ്ഞ വെറും വിത്തുകൾ പൊട്ടിമുളച്ചു മരമായി ഇത്രയും വന്നില്ലേ? ഒരു മാങ്ങയുടെ വിത്ത് വലിച്ചെറിഞ്ഞതാണ് പിന്നീട് ഒരു മാവായിട്ട്, മാങ്ങാണ്ടി വലിച്ചെറിഞ്ഞിട്ടാണ് അതിൽ നിന്നുണ്ടായത് മാവ് ഉണ്ടായത്. ചക്കയുടെ കുരു വലിച്ചെറിഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു സാധനം ഉണ്ടായി വന്നത്. പിന്നെ അതിൽ നിന്ന് വീണ്ടും വിഭവങ്ങൾ ഉണ്ടായത്. ഓരോ മരങ്ങളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് പറഞ്ഞത്, ഭൂമി ലോകത്ത് കാണുന്ന ഓരോ ചെടികളും ഓരോ സംവിധാനങ്ങളും ഓരോ പുൽനാമ്പുകളും അല്ലാഹു ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു ആകുന്ന റബ്ബ് നമ്മെ മരിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർജനിപ്പിക്കുമെന്നത് ഓർമ്മിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അത് പറയുകയാണ്. അപ്പൊ നിർജീവമായി കിടന്ന ഭൂമി അതിനെ സജീവമാക്കിയത് അല്ലാഹുവാണ്. അവിടെ വിത്ത് മുളപ്പിച്ചു തന്നതും അല്ലാഹുവാണ്. അവിടെ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു വന്നു, അതിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്നു. അതായത് നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പിടി ഭക്ഷണവും, നിങ്ങളുടെ കൈകളിലെത്തുന്ന ഓരോ അന്നവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. അല്ലാഹുവിന്റെ മുമ്പിൽ മരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് ചെന്നു നിൽക്കുന്നൊരു ദിവസം വരാനുണ്ടെന്നാണ്, പരലോകമുണ്ടെന്നാണ്, മഹ്ശറയുണ്ടെന്നാണ്, വിചാരണയുണ്ടെന്നാണ്. അള്ളാഹു ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര നല്ല ഉദാഹരണം! ബുദ്ധിയുള്ളവനും മനസ്സിലാവും, ബുദ്ധിയില്ലാത്തവനും മനസ്സിലാവും. വലിയ വിജ്ഞാനമൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാൻ. അതാണ് ആ ഉദാഹരണം പറഞ്ഞതിന്റെ. എല്ലാ നാട്ടിലും ചെടികളുണ്ട്, മരങ്ങളുണ്ട്. എല്ലാ നാട്ടുകാരനും മനസ്സിലാവും. വേറൊരു സ്ഥലത്തെക്കുറിച്ചൊന്നുമല്ല, സ്വന്തം കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഖുർആൻ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ഈ മുള പൊട്ടി വരുന്നത്, ആ മുള പൊട്ടി വരുന്നതിൽ നിന്നല്ലേ വയുഹീൽ അർള ബഅദ മൗതിഹാ കദാലിക തുഖ്റജൂൻ. നമ്മൾ ആലോചിക്കാനാണ്. ഒരു കർഷകൻ വിതയ്ക്കുന്ന മുഴുവൻ വിത്തുകളും മുളയ്ക്കാറില്ല. അതിൽ നിന്ന് ചിലതൊക്കെ പാഴായിപ്പോവും, ചിലതൊക്കെ നശിച്ചു പോകും, ചിലതൊക്കെ വേറെ ഏതെങ്കിലും തരത്തിലായി പോകും. അപ്പൊ ഈ മുളപ്പിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. അള്ളാഹുവാണ് അതിനെയൊക്കെയും മുളപ്പിക്കുന്നത്. ഒരേ ഭൂമിയാണ്, ഇടുന്നത് പലതരത്തിലുള്ള വിത്തുകൾ, മുളച്ചു വരുന്നതും പലതരത്തിലുള്ള വിത്തുകൾ അല്ലേ? ഒരേ ഭൂമി പിടിക്കുന്നതല്ല. ഒരു ഫാക്ടറിയിൽ ചിലപ്പോൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കും. എന്നാൽ നമ്മൾ ഈ ഖബർസ്ഥാനിലേക്ക് നോക്കൂ, എത്ര വർണ്ണത്തിലുള്ള ചെടികളുണ്ട്. എവിടുന്നാ ഇതൊക്കെ വന്നത്? ഒരേ ഭൂമിയിൽ നിന്നാണ് ഇതെല്ലാം മേപ്പോട്ട് പൊട്ടിമുളച്ച് വന്നത്. ഒരേ പറമ്പിൽ തന്നെ എത്രയോ മരങ്ങൾ, എത്രയോ താഴെ പടർന്നു കിടക്കുന്ന സാധനങ്ങൾ, മേലെ പിടിച്ചു നിൽക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം ഇല്ലേ? ഇതെല്ലാം ഭൂമിയിൽ പല സ്ഥലത്തായിട്ട് ഇല്ലേ? മനുഷ്യനെ കുറിച്ച് ഈ വിഭവങ്ങളെല്ലാം ആലോചിപ്പിക്കുന്നില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ആപ്പിള് തലയിൽ വീണപ്പോഴാണ് ഐസക് ന്യൂട്ടന് ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചുള്ള ചിന്ത വന്നത് എന്ന് നമ്മളെപ്പോഴും വായിക്കാറുണ്ട്. ഒരു ആപ്പിൾ, ഒരു വിഭവം കണ്ടപ്പോഴാണ് അയാൾക്ക് എന്ത് ചെയ്തത്? ഇതെന്തുകൊണ്ട് താഴേക്ക് വീണു? അവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്ത് ഗുരുത്വാകർഷണ ബലത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടായത്. അപ്പൊ വിളവനായ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, വല്ല ചക്കയും വീണാ മതിയായിരുന്നു, ഇതൊന്നും പഠിക്കേണ്ടി വരില്ലായിരുന്നു. വല്ല ചക്കയും വീണിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ആപ്പിൾ വീണുകൊണ്ടാണ് ഇയാള് ഇതൊക്കെ കണ്ടുപിടിച്ചത്. ചക്കയായിരുന്നുവെങ്കിൽ. അപ്പോ പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികൾ മുതൽ മേലെന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വിഭവങ്ങൾ, വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ, ഇതെല്ലാം ഒരൊറ്റ ഭൂമിയിൽ നിന്നുണ്ടായി വരുന്നു. പരിശുദ്ധമായ ഖുർആൻ അടയാളങ്ങൾ വീണ്ടും പറഞ്ഞു തരുകയാണ്. അക്കൂട്ടത്തിൽ
നമുക്കൊക്കെ ചിന്തിക്കാവുന്നൊരു വർത്തമാനം സൂറത്തു ത്വാരിഖിൽ ഒരു വർത്തമാനം കാണാം. ഈ ഭൂമിയിൽ നിന്ന് മേലേക്ക് പൊട്ടിമുളച്ചു വരുന്ന പുൽനാമ്പുകൾ, അതിന് വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല, അതിന് വലിയ ശക്തിയൊന്നും ഉണ്ടാവുകയില്ല. അതായത് ഒരു സോഫ്റ്റ് ടിഷ്യൂ, വളരെ ചെറുതായിരിക്കും, വളരെ കട്ടിയിലല്ല താഴെ എന്ത് ചെയ്യുക, ഒരു സാധനവും പൊട്ടിമുളച്ചു വരിക. ഭൂമി പൊട്ടിച്ചത് മേലേക്ക് വരാൻ ആരാണ് അവസരം കൊടുക്കുന്നത്? ചിന്തിക്കാനുള്ളൊരു കാര്യമാണ്. കുറച്ച് മണ്ണിട്ടു, കുറച്ച് മണ്ണിന്റെ താഴെ ഒരു സാധനം, അതിൽ നിന്ന് പൊട്ടി വരുന്ന സാധനം വളരെ സോഫ്റ്റായ സാധനമാണ്, പക്ഷെ അത് ഭൂമി പൊട്ടിച്ച് മേളി വരികയാണ്. മണ്ണ് പൊളിച്ചിട്ടത് മേലേക്ക് വരികയാണ്. ആരാണ്? പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വസ്സമാഇ വത്താരിഖ് നമ്മൾ സ്ഥിരമായി ഓതുന്നതാണല്ലോ. അതിൽ കാണാം വൽ അർദി ദാത്തിസ് സദ്അ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ പിളർന്നു നൽകും. ഓരോ ചെടികളും ഉയർന്നു വരുന്ന നേരത്ത് ഒരു പൊട്ടൽ, ഒരു കീറൽ, അതിന് ഉയർന്നു വരാനുള്ള അവസരം അല്ലാഹു നൽകും. നിസ്സാരമായി ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ പൊട്ടിമുളച്ചു നിൽക്കുന്ന ഒരു സാധനം എടുത്ത് നമ്മൾ തിരിച്ചാ മണ്ണിലേക്ക് കുത്തിയിറക്കിയാൽ താഴേക്ക് പോകുമോ? ഇല്ല. പൊട്ടിമുളച്ചിരിക്കുന്ന ചെറിയൊരു പുൽനാമ്പെടുത്ത് തിരിച്ച് ഭൂമിയിലേക്ക് കുത്തിയാൽ അത് നെല്ലിൻ്റെതാകട്ടെ, ഇനി മാവിൻ്റെതാവട്ടെ, ഏത് വലിയ തേക്കിൻ്റെതാകട്ടെ, ചെറിയ സാധനം അതെടുത്ത് തിരിച്ചു കുത്തി നോക്കൂ, താഴേക്ക് പോവോ? ഈ സാധനം എങ്ങനെ പൊട്ടിമുളച്ച് ഭൂമിയുടെ മേലേക്ക് വന്നു? ചിന്തിക്കാൻ നമ്മുടെ കൺമുന്നിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ പറഞ്ഞു തരുവാണ്. അല്ലാഹു തആല അവസരം ഒരുക്കി തന്നതാണെന്ന് ഖുർആൻ. അല്ലാഹു തആലയാണത് പിളർന്നു നൽകിയത്. അപ്പൊ അല്ലാഹു തആല അവസരം ഒരുക്കിയിട്ടാണ് ഓരോ പുൽനാമ്പും ഈ നിൽക്കുന്നത്, ഓരോ ചെടികളും തളിർക്കുന്നത്, ഓരോ ചെടികളും വളരുന്നത്. മനുഷ്യരെ, അതെല്ലാം നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ്. എന്നിട്ടോ വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅഅനാബ് വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. നിർജീവമായി കിടന്ന ഈ ഭൂമിയിൽ നിന്നല്ലയോ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉണ്ടായത്. അതിലൂടെ നാം ഉറവിടങ്ങളെ ഒഴുക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മുടെ ഹൃദയത്തെ തുറപ്പിച്ചു തരുകയാണ്. ഈ തോട്ടങ്ങളൊക്കെയും ഉണ്ടായത് ഇവിടെ പറഞ്ഞ രണ്ട് സാധനങ്ങളാണ്. ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബ്, ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ, അതിന്റെ ഇടയിലൂടെ ഒഴുകുന്ന അരുവികൾ, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഒരു മഴ പെയ്തു, വെള്ളം ഒലിച്ചുപോയി. വെള്ളം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയാൽ പല ജീവികളെയും പിന്നെ നമുക്ക് കാണേണ്ടി വരും അതിനകത്ത്. അന്ന് വരെ നമ്മൾ വിചാരിക്കും ഈ മീനൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു? ഒരു സ്ഥലത്ത് വെള്ളം കെട്ടി, ഈ മീനൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു? അല്ലെങ്കിൽ ഈ ജീവജാലങ്ങളൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു? അല്ലാഹു തആല ഭൂമിക്ക് നൽകുന്ന ഉണർവുകളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. അവിടെ പറഞ്ഞു, നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാനുള്ള ധാന്യങ്ങൾ ഉണ്ടാക്കി തന്നു, നിങ്ങൾ തോട്ടങ്ങൾ ഉണ്ടാക്കി. ആ തോട്ടങ്ങൾ ഏതാണ്? ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നുണ്ട്. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഈത്തപ്പന എന്ന് പറഞ്ഞതോടുകൂടി ലോകത്തുള്ള തടിയുള്ള സകല വൃക്ഷങ്ങളും അതിൽപ്പെട്ടു. മുന്തിരി എന്ന് പറഞ്ഞതോടുകൂടി വള്ളിപ്പടർപ്പുകളിൽ പടർന്നു പിടിച്ചു കിടക്കുന്ന മുഴുവൻ ചെടികളും അതിൻ്റെ ഭാഗമായി. അതായത് ഒറ്റ ആയത്തിലെ രണ്ട് പ്രയോഗങ്ങളിൽ ലോകത്തുള്ള സകല വൃക്ഷലതാദികളും ഉൾപ്പെട്ടു. ലോകത്തുള്ള സകല വൃക്ഷലതാദികളും ഉൾപ്പെട്ടു. ഈത്തപ്പന പറഞ്ഞിട്ട് വേറൊന്നല്ല പറഞ്ഞത്. ഈത്തപ്പന തടിയുള്ള മരങ്ങൾ, എല്ലാ തടിയുള്ള വൃക്ഷലതാദികളും. മുന്തിരി എല്ലാ വള്ളിപ്പടർപ്പുകളിൽ പടർന്നു കിടക്കുന്നതും. ഈ രണ്ട് കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് ലോകത്ത് അധികമായുള്ളത്. ഇതെല്ലാം ഒറ്റ പ്രയോഗത്തിൽ അല്ലാഹു തആല കൊണ്ടുവന്നു. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ വഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. അല്ലാഹു നമുക്ക് അറിയാനും പഠിക്കാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. ഇനി ഒരു കാര്യം അറിയോ? ലോകത്ത്
നമുക്ക് മനസ്സിലാക്കാനാണ്. ലോകത്ത് ഒരു യുദ്ധമോ ഒരു പ്രകൃതി ദുരന്തമോ ഒക്കെ വന്ന് ലോകത്തെ എല്ലാ വിഭവങ്ങളും തീർന്നു പോയാലും ലോകത്തുള്ള എല്ലാ വിത്തുകളും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. ഉത്തര ആർട്ടിക്കയിൽ ലോകത്തുള്ള സകല, ഉത്തര ധ്രുവത്തിൽ ലോകത്തുള്ള സകല വിത്തുകളും സൂക്ഷിക്കുന്ന ഗ്ലോബൽ സീഡ് വോൾട്ട്, ലോകത്തുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന എല്ലാ വിത്തുകളും അവരുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്. ഉത്തര ധ്രുവത്തിലാണ്. വളരെ സംവിധാനിച്ചിട്ടുള്ള, വളരെ മനോഹരമായി സംവിധാനിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിൽ ലോകത്തെ എല്ലാ വിത്തുകളും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഒരുപക്ഷെ യുദ്ധം വന്നിട്ട് ഇതെല്ലാം അവസാനിച്ചാൽ ഇവിടെ മൊത്തം കഴിഞ്ഞുപോയി എന്ന് വിചാരിക്കുക. പിന്നെ ഇവിടെ വാഴയും തെങ്ങും മാവും ഒക്കെ വേണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൽ ലഡാക്കിലുണ്ട്. നമ്മുടെ രാജ്യത്തെ ലഡാക്കിലും നമ്മുടെ രാജ്യത്തെ വിത്തുകളൊക്കെയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. ഉത്തര കൊറിയയിലുണ്ട്. ലോകത്തെ വിവിധങ്ങളായ വിത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വിത്തുകളിൽ നിന്ന് പകർപ്പെടുക്കാൻ കഴിയും. ആ വിത്തുകളുടെ എണ്ണം നമ്മളെ അതിശയപ്പെടുത്തും. ലോകത്ത് എത്ര വിത്തുകൾ ഉണ്ടാവും? ഈ പൊട്ടിമുളച്ചു വരുന്ന ചെടികളെ കുറിച്ചാണല്ലോ ഖുർആൻ പറയുന്നത്. എത്ര കോടി വിത്തുകൾ ഉണ്ടാവും, എത്ര ഇനം സസ്യങ്ങൾ ഉണ്ടാവും ലോകത്ത്. നമുക്ക് ചിന്തിക്കാനാണ്. ആലോചിച്ച് നോക്കൂ, ലോകത്ത് എത്ര ഇനം സസ്യങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്തവണ്ണം. അവിടെ അവരുടെ ഗ്ലോബൽ സീഡ് വോൾട്ടിൽ അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംവിധാനത്തിൽ നിലവിൽ തന്നെ 250 കോടിയിലധികം വിഭവങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇതുവരെ എന്താ ചെയ്തിട്ടില്ല, മൊത്തമായിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് സാധനങ്ങളെ അവിടെ എത്തിയിട്ടുള്ളൂ. ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് സാധനങ്ങളെ അവിടെ വിത്തുകളായി എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഓരോ രാജ്യത്തും 250 കോടിയിലധികം വ്യത്യസ്ത വിഭവങ്ങൾ ലോകത്ത്, ചെടികൾ മുളച്ചും പൊട്ടിയും വളർന്നും പന്തലിച്ചും പടർന്നും കിടക്കുന്നുണ്ട്. അതിൻ്റെ വിത്തുകൾ മനുഷ്യൻ ശേഖരിക്കാൻ തുടങ്ങിയിട്ട് തീരുന്നില്ല. ഇത് ഏതിൻ്റെയൊക്കെ വിത്താ? അധികമൊന്നും വേണ്ട. ഈ ഖബർസ്ഥാനിൽ എത്ര ഇനം ചെടികളുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഖബർസ്ഥാനിൽ എത്ര ഇനം ചെടികളുണ്ട് എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ചുറ്റുഭാഗത്തൊരു ചെറിയ പ്രദേശമാണല്ലോ. അവിടെ പടർന്നു കിടക്കുന്നതും വളർന്നു കിടക്കുന്നതും തടിയായി നിൽക്കുന്നതും ഒക്കെ നമ്മളൊന്ന് എണ്ണി നോക്കൂ. എത്രയോ വിശാലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളെല്ലാം രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനാണ്. അപ്പോൾ പടർന്നു കിടക്കുന്ന ചെടികൾ, വളർന്നു നിൽക്കുന്ന തടികൾ, ഇതെല്ലാം ഒരൊറ്റ ആയത്തിൽ അല്ലാഹു തആല കൊണ്ടുവന്നു. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഈത്തപ്പഴം, എന്തുകൊണ്ടാണ് മുന്തിരി? സക്കാത്ത് പറയുമ്പോഴും എന്തിനാണുള്ളത്? ഈത്തപ്പഴത്തിന് സക്കാത്ത് ഉണ്ട് അല്ലേ? ഈത്തപ്പഴത്തിന് നിങ്ങളാരും ഈത്തപ്പഴ വ്യാപാരികളല്ലാത്തത് കൊണ്ടാണ് അറിയാത്തത്. ഈത്തപ്പഴത്തിന് സക്കാത്ത്, മുന്തിരിക്ക് സക്കാത്ത്, അതൊക്കെ ഉണ്ട്. അപ്പോ ഈ സക്കാത്ത് വരാനുള്ള കാരണം എന്താണ് എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുകയും മുൻഗാമികൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈത്തപ്പഴം എന്നുള്ളത് വലിയൊരു വിഭവമാണ്. ലോകത്ത് എല്ലാ ഇടങ്ങളിലേക്കും ഔഷധങ്ങളുടെ ആവശ്യത്തിനായും മറ്റുമൊക്കെ ഈത്തപ്പഴം ഉപയോഗിക്കുന്നുണ്ട്. മുന്തിരി എന്നുള്ളതും വ്യത്യസ്തങ്ങളായ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്ത് വിവിധ രൂപങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭവമാണ്. അതിന് ഔഷധ ഗുണങ്ങളുണ്ട്. ഈത്തപ്പഴത്തിന് ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം മനുഷ്യരിലേക്കും എത്തിച്ചേരണം. ലോകത്ത് എല്ലായിടത്തും ഉള്ളൊരു വിഭവം. തേങ്ങയ്ക്ക് സക്കാത്ത്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു തേങ്ങ എന്താണ്? നാർക്ക് അറബിക്ക്, അറബി തേങ്ങ എന്ന് പറഞ്ഞാൽ മേലെ ചകിരിയൊക്കെ ഉള്ള ഉള്ളിൽ ഉള്ള. ഈത്തപ്പഴം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണോ? വേണോ? ഡേറ്റ്സിനെ കുറിച്ച് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണോ? വേണ്ട. മുന്തിരി ഇതൊരു ആഗോള വിഭവമാണ്. ഈ രണ്ട് സാധനം ഏതെങ്കിലുമൊക്കെ കാട്ടിൽ പിടിക്കുന്ന ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ അല്ലേ? നമ്മളെയൊക്കെ വീടുകളിൽ വാങ്ങുന്ന ചൈനയിലെ ഏതൊക്കെയോ കാട്ടുപഴങ്ങൾ റമദാനാകുമ്പോൾ കുറേ പുതിയ സാധനം ഇറങ്ങും. ഇതൊക്കെ നമ്മൾ വാങ്ങുകയും തിന്നുകയും ചെയ്യും. ഏതൊക്കെയോ നാട്ടിലെ കാട്ടുപഴങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഈ 10 കൊല്ലത്തിനിടയിൽ വന്ന പല ഫ്രൂട്ട്സുകളും നമ്മൾ നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് കുറഞ്ഞ കാലം മുമ്പ് നമുക്കറിയില്ല. എന്നാൽ മനുഷ്യോൽപത്തിയുടെ കാലം മുതൽ ഈത്തപ്പഴത്തെയും മുന്തിരിയെയും മനുഷ്യനറിയാം. ഈത്തപ്പഴത്തെയും മുന്തിരിയെയും മനുഷ്യനറിയാം. ഇത് രണ്ടും അല്ലാഹു തആല വെറുതെ അല്ല ചിലതൊക്കെ നിയമാക്കിയത്. ചിലർ ചോദിക്കും ഈത്തപ്പഴത്തിനേക്കാൾ അല്ല മുന്തിരിയേക്കാൾ വില ആപ്പിളിനുണ്ടല്ലോ, ആപ്പിളിന് എന്ത് സക്കാത്ത് പറയാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനങ്ങൾക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെയല്ല. ഇത് രണ്ടും ഈ അടുത്ത സമയത്ത് വായിച്ചതാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ പല മരുന്നുകളും ഉണ്ടാക്കാൻ വേണ്ടി ഈ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് വിഭവങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയും ചെയ്യും സാധനം. ഈത്തപ്പഴം പിടിക്കുന്നത് ഏറ്റവും ഒരു മരവും വളരാത്ത കാലാവസ്ഥയിൽ നിന്നാണ് ഈത്തപ്പഴം പിടിക്കുക. ഒരു മരവും വളരാത്ത, വെറുതെ ഉദാഹരണം പറഞ്ഞല്ല, മരുഭൂമിയുടെ തീക്കാറ്റിലാണ് ഈത്തപ്പഴം പഴുത്തു വരിക. മരുഭൂമി, ഒരു പുൽനാമ്പ് മുളയ്ക്കാൻ പറ്റാത്ത മരുഭൂമിയുടെ നടുവിലാണ് ഈത്തപ്പഴം മുളയ്ക്കുന്നത്.
ഒരു തരിമ്പും ജീവന് സാധ്യതയില്ലാത്ത സ്ഥലത്ത്, മരുഭൂമിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. വാടിപ്പോകുന്ന തളർന്നു പോകുന്ന സ്ഥലത്ത് മരമായി പിടിച്ചു വരുന്ന ഈത്തപ്പഴം നിങ്ങൾക്കുള്ള അടയാളമാണ്. ആ തോട്ടങ്ങൾ നിങ്ങളോട് പറയുന്നത് മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുമെന്നാണ്. നിഷേധിക്കാൻ പറ്റുമോ? ഒരു സാധ്യതയില്ല, ഒരു സാഹചര്യമില്ല. മരുഭൂമിയുടെ അവസ്ഥ നമുക്കറിയാം. അവിടെ വെള്ളം വേണ്ട, ഈത്തപ്പഴം നനച്ചില്ലെങ്കിലും അതിന് വേണ്ടത് ചൂടാണ്. ആ പ്രകൃതിക്കനുസരിച്ച് വളർന്നു വരുന്ന ഒരു മരം. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ അല്ലാഹു നമുക്ക് അവതരിപ്പിച്ചു തരുന്ന അടയാളങ്ങളാണ്. എല്ലാം എതിരായിട്ടും അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പിടിച്ചു വരുന്നില്ലേ? തോട്ടങ്ങളിലെ എത്രയാണ് കോടിക്കണക്കിന് ടൺ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതിയാണ് ഈത്തപ്പഴം പല സ്ഥലങ്ങളിൽ ഇങ്ങോട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കിലോ ചിലവായിട്ടുണ്ടാവും? നോമ്പ് 13 ആയപ്പോൾ തന്നെ എത്ര കിലോ ഓരോരുത്തരുടെ വീട്ടിലും, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ വീട്ടിലും ഓരോ കിലോ ഈത്തപ്പഴം ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ പള്ളിയിലുള്ളത് വേറെ, പള്ളിയിലെ ആളുകൾ കൊണ്ടുവരുന്നത്. ഇടത്താഴത്തിനും ഇതിനുമൊക്കെ നമ്മൾ കഴിക്കുന്ന, ഇടത്താഴത്തിന് കഴിക്കുന്നവരുണ്ട്, നോമ്പ് തുറക്കുന്ന സമയത്തും കഴിക്കുന്നവരുണ്ട്. അതാണല്ലോ സുന്നത്ത്. സുന്നത്തതാണ്. ചില ആളുകളൊക്കെ സമൂസ കൊണ്ടൊക്കെ നോമ്പ് തുറക്കുന്നുണ്ട്. ചില ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത നമ്മളെ പള്ളിയിൽ നോമ്പ് തുറക്കുമ്പോൾ ഒരു കുട്ടി, അപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, പെട്ടെന്ന് സമൂസ എടുത്ത് കഴിച്ചു. അപ്പം മഗ്‌രിബ് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, സമൂസയ്ക്കാണോ നോമ്പ് തുറക്കുക, പിന്നെ ഈത്തപ്പഴത്തിനല്ലേ? അപ്പം കുട്ടി എന്നോട് പറഞ്ഞു, അവന് ബുദ്ധിയുണ്ട്, ആദ്യം അത് കഴിച്ചാൽ അടുത്ത പാത്രത്തിൽ നിന്ന് എടുക്കാമെന്ന്. ഈത്തപ്പഴം കഴിച്ചാൽ സമയം പോകും. ആദ്യം ഈ സമൂസ കഴിച്ചാൽ പിന്നെ അവിടെ ബാക്കി ഉണ്ടാവുമല്ലോ കുറച്ച്, അതിൽ നിന്ന് എടുക്കാം. അത് അവൻ ബുദ്ധിപരമായ ആദ്യം അതാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ ആലോചിക്കാൻ വേണ്ടി എത്ര ടൺ ഈത്തപ്പഴമാണ് പല സ്ഥലങ്ങളിലേക്കും കയറ്റുമതി, റമദാനിൽ അല്ലാത്തപ്പോഴൊക്കെയും പല ആവശ്യങ്ങൾക്കും വേണ്ടി കയറ്റുമതി ചെയ്യുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല ഇതൊന്നും ഉപയോഗിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മരുന്നുകൾക്ക് ഉപയോഗിക്കാനല്ല. അപ്പൊ ഇതൊക്കെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ചുരുക്കത്തിൽ ഈ ചർച്ച ഇങ്ങനെ അങ്ങോട്ട് പോയാൽ, ഞാൻ പറഞ്ഞില്ലേ, ലോകത്തെ എല്ലാ വിത്തുകളും സൂക്ഷിക്കപ്പെട്ട ഇടങ്ങളുണ്ട്. ഈ വിത്തുകൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല, നമുക്ക് തോന്നുന്നതാണ് നിസ്സാരാണെന്ന്. ഇതൊക്കെ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു നൽകുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പറഞ്ഞു തരുകയാണ്. അതിൻ്റെ ഇടയിലൂടെ അല്ലാഹു ഉറവകളെയും സൃഷ്ടിച്ചു. അതിൻ്റെ ഇടയിലൂടെ അല്ലാഹു തആല ഉറവകൾ ഉണ്ടാക്കി കൊടുത്തു, അരുവികൾ ഉണ്ടാക്കി കൊടുത്തു. ഈ വെള്ളം എവിടെ നിന്നാണ്? ആലോചിക്കാനാണ്. ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം അഫലാ യഷ്കുറൂൻ. നമ്മൾ വിചാരിക്കും ഭൂമിയുടെ മേലെ മാത്രമാണ് നദികളുള്ളതെന്ന്. ഭൂമിയുടെ താഴത്ത് നമ്മളറിയാത്ത ഒരുപാട് ഉറവകളുണ്ട്. നമ്മുടെ കിണറ്റിലേക്ക് വെള്ളം വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെയൊക്കെ കിണറുകൾ നമ്മൾ കുത്തിയിട്ട് വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. വെള്ളത്തെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, തീയെക്കുറിച്ച്, ഉപ്പിനെക്കുറിച്ച്, ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. ആമസോണിൽ മറഞ്ഞുകിടന്ന ഒരു നദി കണ്ടെത്തിയതൊരു മലയാളിയാണ്. ഭൂമിയുടെ അടിയിലൂടെ എത്രയോ കിലോമീറ്റർ ഒഴുകുന്ന ഒരു നദി. ആ നദിക്ക് മലയാളിയുടെ പേരാണ്, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാം. ഹംസ നദിയാണ്. ഹംസ എന്ന് പറയുന്ന മനുഷ്യനാണ് അത് കണ്ടുപിടിച്ചത്. ഭൂമിയുടെ അടിയിൽ, ആമസോണിൽ ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന ഉറവുകൾ, ഭൂമിയുടെ അടിയിലൂടെ ഒഴുകി പരന്നു നടക്കുന്ന, ഭൂമിയുടെ മേലെ നമ്മൾ കാണുന്ന നദികൾ പോലെ ഭൂമിയുടെ അടിയിലൂടെ കിലോമീറ്ററുകൾ ഒഴുകുന്ന നദികൾ, അരുവികൾ, ഉറവകൾ, ഇതൊക്കെ എവിടെ നിന്നാണ്? ഇതൊക്കെ വെറുതെയല്ല. ഈ ഒലിക്കുന്ന വെള്ളവും ഈ ഒഴുകിപ്പോകുന്ന ഉറവകളും അതൊന്നും വെറുതെയല്ല. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ചതാണ്. അതെന്തിനാണ്? അതാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം അഫലാ യഷ്കുറൂൻ. അതെ, ഈ വിഭവങ്ങളെല്ലാം അവരധ്വാനിച്ച് അതിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഭക്ഷിക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഭക്ഷിക്കാൻ കിട്ടുന്ന ഈ വിഭവങ്ങളെല്ലാം പരലോകമുണ്ടെന്നതിന് തെളിവാണ്. അതാ പറഞ്ഞത്, ഒരു പിടി അരി പോലും, ഒരു ഈത്തപ്പഴം പോലും, നോമ്പ് തുറക്കാൻ കിട്ടുന്ന ഒരു മുന്തിരി പോലും, നോമ്പ് തുറക്കാൻ കിട്ടുന്ന ഏത് വിഭവം, കഴിക്കാൻ കിട്ടുന്ന ഏത് വിഭവവും അല്ലാഹു ഉണ്ടെന്നതിന് തെളിവാണ്. നാളെ പരലോകമുണ്ടെന്നതിന് തെളിവാണ്. ഇവിടെ അത് പറയാനാണ് പറഞ്ഞത്. അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നതിന് തെളിവാണ്. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു അഹ്യൈനാഹാ. അപ്പം തീർച്ചയായും നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഈ മരങ്ങളൊക്കെ വിത്തുകൾ മുള പൊട്ടിച്ചുണ്ടാക്കിയ റബ്ബിനൊരു പ്രയാസവും ഇല്ല.
ഉറവ പൊട്ടിച്ചു വെള്ളം തരുന്ന റബ്ബിനൊരു പ്രയാസവും ഇല്ല. അല്ലാഹു ആകുന്ന റബ്ബിന്റെ കാരുണ്യമാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. ഓരോ ചെടികളും അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെക്കുറിച്ച് നമ്മെ ആലോചിപ്പിക്കണം. ആ കൂട്ടത്തിൽ അരി ആഹാരം കഴിക്കുന്ന നേരം സ്വലാത്തു ജല്ലൽ സുന്നത്താണ് യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരിയാഹാരം കഴിക്കുന്ന നേരത്ത് അരിഭക്ഷണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്താണ്. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴാണെങ്കിലും അരിയാഹാരം കഴിക്കുന്ന നേരത്ത് എന്ത് വേണം? സ്വലാത്ത് ചെല്ലണം. അത് സ്വലാത്ത് സുന്നത്താണ് അവിടെ. അപ്പോൾ അരിയാഹാരം കഴിക്കുന്ന നേരത്ത് സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. അവസാനിപ്പിക്കുന്നു. ഇനിയും 2 ദൃഷ്ടാന്തങ്ങൾ ബാക്കി പറയാനുണ്ട്. അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പുനരുദ്ധാരണത്തെക്കുറിച്ച് പറഞ്ഞതാണല്ലോ. ഭൂമിയിൽ നിന്ന് ആരെയാണ് ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? എല്ലാവരും മരണപ്പെട്ട് ഖിയാമത്ത് നാളും ആയി. ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യരും അല്ലാഹുവിലേക്ക് എത്തിപ്പെടുന്ന ആ ദിവസം വരുമ്പോൾ, എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഭൂമിയിൽ ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, ആദ്യമായി ഉണർന്നെഴുന്നേൽക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വരും, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കും. ജിബ്രീലും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വഫാത്തായി പിന്നെ അല്ലാഹു തആല ജീവിപ്പിക്കുന്നതാണ്. ജിബ്രീൽ വന്നിട്ട് വിളിക്കും, യാ റസൂലല്ലാഹ്, എഴുന്നേൽക്കു നബിയേ. പരിശുദ്ധമായ ഹുജറത്തു ശരീഫയുടെ താഴത്തു നിന്ന് മുസ്തഫായ നബി തങ്ങൾ എഴുന്നേൽക്കും. ഒരു ചോദ്യമുണ്ട്, ജിബ്രീൽ മാ ഹാദൽ യൗം, ഇതേതാണ് ദിവസം ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഇതാണ് യൗമുൽ ഖിയാമ, ഇതാണ് യൗമുൽ ഹിസാബ്, ഇതാണ് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം, ഇതാണ് നന്മ തിന്മകൾ വേർതിരിക്കുന്ന ദിവസം, ഇതാണ് സിറാത്തിന്റെ ദിവസം, ഇതാണ് സ്വർഗത്തിന്റെ ദിവസം, ഇതാണ് നരകത്തിന്റെ ദിവസം, ഇതാണ് അങ്ങ് പ്രബോധനം ചെയ്ത പരലോകത്തിന്റെ ദിവസം. ഹബീബായ നബി തങ്ങൾ ഒരു ചോദ്യം ചോദിക്കും, ജിബ്രീലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉമ്മത്തിനെ എന്തു ചെയ്യാൻ പോകുന്നു ജിബ്രീൽ? ഭൂമിയിൽ നിന്ന് അല്ലാഹുവിങ്കലേക്ക് ആദ്യം ഉയർത്തെഴുന്നേൽക്കുമ്പോ നബി തങ്ങളുടെ ചോദ്യമാണ്, മാ ഫഅലല്ലാഹു ബിക മാ ഫഅലല്ലാഹു ബി ഉമ്മത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉമ്മത്തിനെ എന്തു ചെയ്യാൻ പോകുന്നു ജിബ്രീൽ? സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം കാര്യത്തിലൊന്നും വേവലാതിയില്ല, കുടുംബത്തെയോ മറ്റൊരു കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം ചോദിക്കുന്നത് എൻ്റെ ഉമ്മത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു ജിബ്രീൽ എന്നാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല മഹാനരായ നബി തങ്ങളുടെ ശഫാഅത്ത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് അന്നും നമ്മെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അവസാനിപ്പിക്കുന്നു, മഹാന്മാരായ ബദരീങ്ങളുടെ ജീവിതം വലിയൊരു ദൃഷ്ടാന്തമാണ്. റമദാൻ 12, 13 ബദറിലേക്ക് അല്ലാഹുവിൻ്റെ റസൂലും സഹാബത്തും യാത്ര ചെയ്ത ദിവസങ്ങളാണ്. ബദറിലേക്ക് ഒരു ദിവസം പോയതല്ല, 145 കിലോമീറ്റർ അകലെയാണ് ബദർ. ആ ബദറിലേക്ക് റമദാൻ 12 തന്നെ പുറപ്പെട്ടു എന്നും 13, അതായത് 12 അസ്തമിച്ചതിന് ശേഷം പുറപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പം അത്രയും ദൂരം യാത്ര ചെയ്തു പോയത്. അപ്പം നല്ല ബദരീങ്ങളെ ആണ്ട് വരുമ്പോൾ ലോകത്തെല്ലാവരെയും നോക്കൂ, അവരവരുടെ നേതാക്കളെ അവരനുസ്മരിക്കാറുണ്ട്. അവരവരുടെ അനുസ്മരണങ്ങൾ നമ്മൾ പല ആളുകളും ലോകത്തെല്ലാവരും അവരവരുടെ നേതാക്കളുടെ അനുസ്മരണങ്ങൾ, അവരവരുടെ നേതാക്കളുടെ അനുസ്മരണ സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. മുസ്ലിങ്ങളുടെ നേതാക്കൾ ബദരീങ്ങളാണ്. ആ ബദരീങ്ങളുടെ അനുസ്മരണം വരുമ്പോൾ നമ്മൾ അവരുടെ മദ്ഹ് പറയണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കൂടിയിരുന്നു കൊണ്ട് പെൺകുട്ടികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ബദരീങ്ങളെയൊക്കെ മഹത്വം പറയാം. ഹബീബായ നബി തങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ബദരീങ്ങളെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നവർ അത് നിർത്തിയിട്ട് ഹബീബായ നബി തങ്ങളെ മദ്ഹ് പറഞ്ഞു.
അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞത് പറയൂ, ബദരീങ്ങളെ മഹത്വം പറയും. അതുകൊണ്ടാണ് നമ്മൾ പള്ളികളിലൊക്കെയും ബദർ ദിനം വരുമ്പോൾ ഫീ മദ്ഹിഹിം ജാഅൽ കിതാബു വസുന്നത്തു കഫാഹും ലഹും നസ്സുൽ കിതാബി വസുന്നത്തി. ബദരീങ്ങളെ മദ്ഹ് പറയാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് പഠിപ്പിച്ചത്. അവർക്കുള്ള പ്രതിഫലം, അവർക്കുള്ള ആദരവ് അത്രയും വലുതാണ്. ഒരു സഹാബി ബദറിൽ പങ്കെടുത്തൊരു സഹാബിയാണെങ്കിൽ അവർക്ക് സഹാബത്തിന്റെ ഇടയിലുള്ള ആദരവ് വലുതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ ആദരവ് വലുതാണ്. അപ്പൊ ബദരീങ്ങളെ ജീവിതം അത് നമുക്ക് പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ബദർ മൗലിദ് ഓതണം, അവരെ അനുസ്മരിക്കണം. നമ്മുടെ മക്കൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ബദരീങ്ങളെ അറിയില്ല. നമ്മുടെ മക്കൾക്ക് ലോകത്തുള്ള സകല കളിക്കാരെയും പേരറിയാം. ബദറിൽ ഷഹീദായ 14 ആളെ പേരെന്താന്ന് ചോദിച്ചാൽ അറിയില്ല. ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയാം. പക്ഷേ അത്തരം ഇസ്ലാമിക വിഷയങ്ങളിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ റമളാൻ 17 രാവും 17ന്റെ പകലുമൊക്കെ നല്ലതുപോലെ ബദരീങ്ങളുടെ അനുസ്മരണങ്ങളും അല്ലാഹു തആല അവരെ കൊണ്ട് നമ്മെ 2 ലോകത്തും വിജയിപ്പിച്ചു നൽകുമാറാകട്ടെ. ആ മഹാന്മാരായ ബദരീങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടാകണം. അവരെ അധ്വാനത്തിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഖുർആനും ജീവിതവും ഇസ്സത്തും എല്ലാം. യൗമുൽ ഫുർഖാൻ, യൗമുൽ തഖൽ ജംആൻ. അവര് ഓരോരുത്തരും 10 പേർക്ക് തുല്യരാണ് എന്നാണ്. അത്ര വലിയ ഹിമ്മത്തിന്റെ ഉടമകളായിരുന്നു അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ, ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ടോ, പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കണ്ടുകെട്ടിയ രചനകളിൽ വളരെ പ്രധാനപ്പെട്ടത് മഹാന്മാരായ ബദരീങ്ങളെ മദ്ഹുകളായിരുന്നു. പല പടപ്പാട്ടുകളും ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയിട്ടുണ്ട്. 50ലധികം കൃതികൾ മലബാറിൽ നിന്ന് കണ്ടുകെട്ടിയപ്പോൾ അതിലധികവും ബദരീങ്ങളെ മദ്ഹായിരുന്നു. കാരണം ബദരീങ്ങളെ മദ്ഹ് ചൊല്ലിയാൽ ഇവർക്ക് ഈമാൻ കൂടും, ഇവർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങും. ബദരീങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ എല്ലാം കളഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിയവരെ കുറിച്ച് വായിക്കുമ്പോൾ എങ്ങനെ ഈമാൻ കൂടാതിരിക്കും? ബ്രിട്ടീഷുകാരൻ കണ്ടുകെട്ടിയ കൃതികളിൽ അധികവും ബദരീങ്ങളുടെ പടപ്പാട്ടായിരുന്നു. പണ്ടത്തെ വല്യുപ്പമാർക്കൊക്കെ പടപ്പാട്ടൊക്കെ കുറച്ചൊക്കെ അറിയായിരുന്നു. ഇപ്പോഴത്തെ ആളുകൾക്ക് പടയും അറിയില്ല, പാട്ടും അറിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് അല്ലേ? നമ്മളൊക്കെ പഴയ ആളുകൾ പാടില്ല, ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായന്നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ അബിയദ് വർണ്ണമതായി പിൻരണ്ടും അസ്വദുമാമേ. അതാണ് ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായന്നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ അബിയദ് വർണ്ണമതായി പിൻരണ്ടും അസ്വദുമാമേ. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ബദർ ഖിസ്സയുടെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെന്ന് വായിച്ചാൽ ഓരോ വരിയിലൊക്കെ നമുക്ക് ഓരോ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ബദരീങ്ങളെ കുറിച്ച് അറിയുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയങ്ങൾ കൂടിയാണ്. അല്ലാഹു തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ദീനിൽ അടിയുറച്ച് നമ്മയും കുടുംബത്തെയും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മയും മക്കളെയും അല്ലാഹു ഈമാനിലാക്കി തരുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിവിധ ഗൾഫ് രാജ്യങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങളിലാണ്. അല്ലാഹു തആല സലാമത്ത് എത്രയും വേഗം നൽകുമാറാകട്ടെ. ലോക ജനതയ്ക്ക് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. സമാധാനം നശിപ്പിക്കുന്നവരെ അല്ലാഹു നശിപ്പിച്ച് ലോകത്തിന് സമാധാനം അല്ലാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. ഹറമുകളുടെ നാടിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പ്രവാസികളായ ധാരാളം ആളുകൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മലയാളികൾ നമ്മുടെ നാട്ടുകാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അല്ലാഹുവിടെയൊക്കെയും അമ്ന് നൽകുമാറാകട്ടെ, നിർഭയത്വം നൽകുമാറാകട്ടെ. അപകടങ്ങൾ അക്രമങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യങ്ങളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ഐക്യവും ഇസ്സത്തും സമാധാനവും സലാമത്തും നൽകുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ